ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ലാലേട്ടനോട് ഷോ ഡയറക്ടർ ലാലേട്ട ജാസ്മിൻ ഒരു വൃത്തി ക്ലാസ് എടുക്കണം, പക്ഷെ അതിര് കിടന്നാൽ ജാസ്മിൻ ചിലപ്പോൾ ക്വിറ്റ് ചെയ്ത് പോകും. കാരണം ഓൾറെഡി ഈ ഒരു വൃത്തിയുടെ കാര്യം പറഞ്ഞ് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു പരാതി പുള്ളിക്കാരത്തേക്കുണ്ട്. അതുകൊണ്ട് ജിൻഡോനെയും അൻസിബേനെയും പിന്നെ എല്ലാവരെയും പറ്റുമെങ്കിൽ എണീപ്പിച്ച് നിർത്തിയിട്ട് ഒരു മയത്തിൽ 3 പേർക്കുമായിട്ട് സിവിക് സെൻസിനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്താൽ മതി. ജാസ്മിന് ഹേർട്ട് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ മോനെ, ഞാൻ ഏറ്റു. ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമൊക്കെ ആയപ്പോഴത്തേക്കും ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ട് പോടെ എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. അത്രയ്ക്ക് ബോറിങ് എപ്പിസോഡ്. ഈ സീസണിലെ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡുകളൊക്കെ വീക്കെൻഡ് കവാറും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് എനിക്ക് ഇത് തന്നെ കിട്ടണം. അമ്മാതിരി തൊലിഞ്ഞ എപ്പിസോഡായിരുന്നു ഇന്നലത്തേത്. കാര്യമായി ഒന്നുമില്ലാതെ സോഫ്റ്റ് ആയിട്ട് കൊണ്ടുപോയത് കൊണ്ടാവാം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്തത്. പക്ഷെ ഇത്രയ്ക്കൊക്കെ സോഫ്റ്റ് ആവണോ? അല്ല, ഹിന്ദി ബിഗ് ബോസില് നമ്മുടെ സൽമാൻ ഖാൻ ഹൗസിനകത്ത് കയറി പാത്രം കഴുകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അഗൈൻ അവിടുത്തെ വിഷയം ഈ പറയുന്ന ക്ലെൻലിനെസ്സും ഹൈജീനും ഒക്കെ തന്നെയാണ്. ആ രീതിയിൽ ഇവിടെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതൊരു പോസിബിലിറ്റിയാണ്. ലാലേട്ടൻ നേരെ അതിനകത്തേക്ക് ചെന്ന് ഡെൻറൂം വൃത്തിയാക്കുന്നു, ജാസ്മിനെ ഗ്രില്ല് ചെയ്യുന്നു, സ്റ്റേജിലേക്ക് തിരിച്ചു പോകുന്നു. ലാലേട്ടനെ പോലെ ഒരു മഹാനടൻ അവരുടെ മുന്നിൽ തല കുനിച്ച് നിന്ന് പറയുകയാണ് എല്ലാ ക്യാമറകളിലും ഇത് ആൾക്കാർ കാണുവാണ്, പിള്ളേരെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. ആ മനുഷ്യന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയൊക്കെ പറയുന്നതിൽ നല്ലത് പുള്ളി അതിനകത്ത് പോയി ക്ലീൻ ചെയ്യുന്നത് തന്നെയായിരുന്നു. പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. രണ്ടും തരം താഴ്ന്ന അവസ്ഥ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിനെ ഗതികേടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കോടികളാണ് വാങ്ങിച്ചും പോയി. എന്ത് ചെയ്യാൻ പറ്റും ഇനി? എന്നിട്ട് ജാസ്മിന്റെ അഹങ്കാരം അതാണ് അവിടുന്ന് പോയത്. എന്റെ പൊന്നെ ലാലേട്ട, 1-2 ഡ്രസ്സ് അവിടെ ഇരിപ്പുണ്ട്, ബാക്കിയൊക്കെ എടുത്തു വെച്ചതാണ്. അപ്പൊ ഉടനെ അൻസിബ ബാസ്കറ്റിലുള്ളതെല്ലാം ജാസ്മിന്റെ ആണെന്നോ മറ്റോ പറയുന്നു. ഉടനെ ജാസ്മിൻ അൻസിബയോട് തർക്കിക്കാൻ പോവാണ്. അപ്പൊ ലാലേട്ടൻ വീണ്ടും പാതാളത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു കാഴ്ച. അതെന്താ ചോദിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ദേഷ്യം പോലെ കാണിക്കുന്നത്? പിള്ളേരെ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറയുന്നു. അല്ല, ഇതൊക്കെ സ്ക്രിപ്റ്റിൽ എഴുതി കൊടുത്തവനെ പറഞ്ഞാൽ മതി. കണ്ടന്റുകൾ അത്യാവശ്യം ഉള്ള ഒരാഴ്ച തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച. പക്ഷെ അതൊന്നും ലാലേട്ടൻ അഡ്രസ് ചെയ്ത് കണ്ടില്ല എന്നുള്ളൊരൊറ്റ കാര്യമേ ഉള്ളൂ. പകരം ഇതുപോലുള്ള കുറെ കാര്യങ്ങളാണ് സംഭവിച്ചത്. കുസൃതി ചോദ്യങ്ങളും പിന്നെ എന്നെ വൃത്തിയെക്കുറിച്ചുള്ള ക്ലാസ്സും ഇതൊക്കെയാണ് കണ്ടത്. ഡെൻറൂം മാത്രമല്ല, എല്ലാവരും വീട്ടില് വലിച്ചു വാരി ഇടുന്നത് പോലെ തുണിയൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് എല്ലാ റൂമിലും. അത് ആ ഒരു സംഭവം കറക്റ്റാണ്. പക്ഷെ ഇതൊക്കെ ഇത്രയ്ക്കൊക്കെ ബേസിക് സിവിക് സെൻസ് ആണെന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. വല്ലോ തലയിൽ കയറിയോ എന്തോ എല്ലാത്തിനെയും. എന്തായാലും ജാസ്മിനെ മാത്രം വൃത്തിയുടെ പേര് പറഞ്ഞ് ടാർഗറ്റ് ചെയ്യുന്നു എന്നൊരു പരാതി ഇന്നലെ കൊണ്ട് ജാസ്മിൻ അവസാനിച്ചിട്ടുണ്ടാവും. എല്ലാരെയും എടുത്തിട്ട് അലക്കി ഈ ഒരു കേസ് പറഞ്ഞിട്ട്.